KTU 2019 scheme Civil S5 Design of Concrete Structures സെക്കൻഡ് മൊഡ്യൂളിലെ തിയറിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ അനാലിസിസ് ആണ്. അത് നമ്മളതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം ആകുമ്പോൾ കംപ്രഷൻ സൈഡ്, അതായത് ടോപ്പിലും റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, ബോട്ടത്തിലും റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് പേരുടെ എടുക്കണമല്ലോ. സോ ടോപ്പിലെ വാല്യൂ എടുക്കണം, ബോട്ടത്തിലെ വാല്യൂ എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ് യുവിൻ്റെ ഇക്വേഷൻ, ഇതൊക്കെ ജസ്റ്റ് ഇക്വേഷൻസ് ആണ് കേട്ടോ. ന്യൂട്രൽ ആക്സ് ഡെപ്ത് എക്സ് യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അടുത്തതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് എങ്ങനെ എടുക്കുന്നതെന്ന്. സോ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D-0.42 എക്സ് യു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1 എന്നുള്ള കംപ്രഷൻ ഫോഴ്സ് കാരണമുള്ളത് കിട്ടി. then MU2 എന്ന് പറഞ്ഞാൽ C2 എന്ന് പറയുന്ന കംപ്രഷൻ ഫോഴ്സ് കാരണം വരുന്നതാണ് MU2 എന്ന് പറയുന്ന മൊമെൻറ്റ്. അത് എത്രയാണെന്ന് എടുത്ത് രണ്ടും കൂടെ സം ചെയ്ത ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടും. ഇതാണ് നമുക്ക് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ അടുത്തത് ടി ബീമിൻ്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ടി ബീമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ വിഡ്ത്ത് ടു ഡെപ്ത് റേഷ്യോ അപ്രോക്സിമേറ്റ്ലി 1/3 to 2/3 ഇടയ്ക്കാണ് വരാവുള്ളൂ. അതുപോലെ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഫ്ലാഞ്ചിൻ്റെ ഡെപ്തിൻ്റെ വാല്യൂ ആണ്. ഓവറോൾ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫ്ലാഞ്ചിൻ്റെ പ്ലസ് വെബിൻ്റെ രണ്ട് പേരുടെയും കൂടി ഡെപ്ത് സം ചെയ്യുന്നതാണ് ഓവറോൾ ഡെപ്ത്. അതിൻ്റെ വാല്യൂ 1/12 to 1/15 ഓഫ് സ്പാൻ്റെ ഇടയ്ക്കാണ് നിൽക്കാവുള്ളൂ. അടുത്ത അതിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ചെയ്തില്ലേ, അപ്പോൾ പ്രൊസീജിയർ പറഞ്ഞില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. സെയിം സാധനം തന്നെയാണ് കേട്ടോ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തില്ലേ, സെയിം തന്നെ കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം കൊടുക്കേണ്ടതെന്ന്. നമുക്കൊരു ബീം കൊടുക്കേണ്ട സാഹചര്യത്തിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം കൊടുക്കേണ്ടത്. അതിന് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഹെഡ് റൂം അല്ലെങ്കിൽ സ്പേസ് അവൈലബിൾ കുറവായിട്ടുള്ള കേസിൽ, ഹൈറ്റ് ഒരുപാടില്ല റൂമിന്, അങ്ങനത്തെ കേസിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡെപ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ബീമിന്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ മെമ്പറിൻ്റെ രണ്ട് സൈഡിൽ നിന്നും എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. എക്സെൻട്രിക് ആയിട്ട് ലോഡ് വരുന്ന കേസിൽ, അതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് ലാറ്ററൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലോഡൊക്കെ ആക്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് ഇങ്ങനത്തെ ബീം പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയർ ആൻഡ് ബോണ്ട്. ഇപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഷിയർ ഫോഴ്സ് കാരണം വരുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ടോപ്പ് പോർഷൻ അത് പരാബോളിക് ആയിട്ടായിരിക്കും വേരിയേഷൻ വരിക. അതായത് ടോപ്പിൽ ഏറ്റവും എക്സ്ട്രീം ഫൈബറിൽ അതിൻ്റെ വാല്യൂ 0യും ന്യൂട്രൽ ആക്സിസ് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എത്രയായിട്ട് മാക്സിമം ആയിട്ട് വരും. അതിനുശേഷം അതിൻ്റെ ബോട്ടത്തിലോട്ട്, അതായത് നമ്മുടെ ടെൻഷൻ സോണിലോട്ട് കിടക്കും തോറും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഷിയർ സ്ട്രെസ്സിന് വരിക. അപ്പോൾ ഷിയർ മെയിനായിട്ടും കോൺക്രീറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഷിയർ ഫോഴ്സ് കാരണം അവിടെ നമുക്ക് വരുന്ന ഷിയർ സ്ട്രെസ്, ആ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കാരണം ഫെയിലിയർ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ് ആര്, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റിറപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിറപ്പൊക്കെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത് ജസ്റ്റ് ഏതൊക്കെ ടൈപ്പ് സ്റ്റിറപ്പാണ് ഉള്ളതെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ സ്റ്റിറപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ 2 ലെഗ്ഡ് 3 leg 4 leg അങ്ങനെ പല ടൈപ്പുള്ള സ്റ്റിറപ്പുകളാണ്. അതെന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു സ്റ്റീൽ ബാറാണ്. വെർട്ടിക്കലായിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്പ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കലായിട്ട് നമ്മളത് പ്ലേസ് ചെയ്യാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കതിനെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ആങ്കർ ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അടുപ്പിച്ച് ക്ലോസ്ലി സ്പേസ്ഡിട്ട് സ്റ്റിറപ്പ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ നല്ലതായിട്ടുള്ളത്. ബെൻഡപ്പ് ബാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. മെയിൻ ബാറിനെ തന്നെ അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ബെൻഡപ്പ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെൻഡപ്പ് ബാർ കൊടുക്കുമ്പോൾ സിമെട്രിക്കലായിട്ട് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ എത്ര ബെൻഡപ്പ് ബാർ വരും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സിമെട്രിക്കലായിട്ട് വേണം നമുക്കത് എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ബെൻഡ് ചെയ്യുന്നത് കോമൺലി 45 ഡിഗ്രിയിലാണ് കൊടുക്കുക. അത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹെവിയർ ഷിയർ ഫോഴ്സ് ഒക്കെ വരുന്ന കേസിലാണ് ബെൻഡപ്പ് ബാർ യൂസ് ചെയ്യുക. ഇംഗ്ലൈൻഡ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിറപ്പ് തന്നെ വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്നതിന് പകരം ഇംഗ്ലൈൻഡ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കോമൺലി ഇംഗ്ലിനേഷൻ 45 ഡിഗ്രിയാണ് എടുക്കുക. അടുത്ത ഷിയർ സ്ട്രെങ്ത്. നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ബീമിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ടോസിൻ്റെ വാല്യൂ ഒക്കെ ഇൻ്റർപൊളേഷൻ ചെയ്തല്ലേ എടുക്കാറ്. അപ്പോൾ അത് നമ്മുടെ M20 M30 അങ്ങനെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് അല്ലേ വാല്യൂ എടുക്കാം. അപ്പോൾ ഗ്രേഡ് കൂടുന്തോറും ഷിയർ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അടുത്ത IS കോഡ് റെക്കമെൻഡേഷൻ. നമ്മൾ ജസ്റ്റ് ഷിയറിൻ്റെ സ്റ്റെപ്പ് ചെയ്തില്ലായിരുന്നോ, ടോസി ഒക്കെ കണ്ടുപിടിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റിൻ്റെ അകത്താണല്ലോ നമ്മൾ സ്റ്റീൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ നമുക്ക് നല്ലൊരു അഡ്ഹഷൻ പ്രോപ്പർട്ടി ഉണ്ടാവണം. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റീലിനകത്ത് വരുന്ന സ്ട്രെസ് എല്ലാം, ടെൻസൈൽ സ്ട്രെസ്സിന് എടുക്കുന്ന ആൾ സ്റ്റീലല്ലേ, അപ്പോൾ സ്റ്റീലിലുള്ള ടെൻസൈൽ സ്ട്രെസ്സിനെ പ്രോപ്പറായിട്ട് സ്റ്റീലിന് കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ
എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? കെമിക്കൽ അഡ്ഹഷൻ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, മെക്കാനിക്കൽ ഇൻ്റർലോക്ക്, അതെല്ലാം പോസിബിളാണ്. അപ്പോൾ ഈ ഫ്ലെക്സുറൽ ബോണ്ടിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയുന്നത് IS 456 പേജ് 44 ഒരു ഇക്വേഷനുണ്ട്. LD ലെസ് ദാൻ ഓർ ഈക്വൽ ടു M1/V പ്ലസ് L0. M1 V എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഷിയർ ഫോഴ്സ് ഒക്കെയാണ്. ഇനി ഈ ആങ്കറേജ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റിനകത്തേക്ക് സ്റ്റീൽ കൊടുക്കുമ്പം ഇത് ഹുക്കായിട്ട് കൊടുക്കണ്ടേ? പ്രോപ്പറായിട്ട് കോൺക്രീറ്റിലേക്ക് പിടിച്ചിരിക്കണമെങ്കിൽ നമുക്കൊരു ഹുക്ക് പോലെ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കോളത്തിൻ്റെ ഫേസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൻ്റെ ഫേസിൽ നിന്ന് എന്തോരം ഡിസ്റ്റൻസ് അകത്തേക്ക് എടുത്തിട്ടാണ് നമുക്കിത് ഹുക്ക് കൊടുക്കണ്ടേ അല്ലെങ്കിൽ വളച്ച് വെക്കേണ്ടത് എന്ന് പറയുന്നതിനാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ബീമിൻ്റെ ഡിസൈനകത്ത്. LD = 0.87 FY 5/4 ടോ BD. അതിൽ ടോ BD എന്ന് പറയുന്നതാണ് ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ആങ്കറേജ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ. അടുത്ത കോഡൽ റെക്കമെൻഡേഷൻസ് ആണ്. കർട്ടൈൽമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ കോഡൽ റെക്കമെൻഡേഷൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ LDD ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചില്ലേ, സെയിം തന്നെ കേട്ടോ. കർട്ടൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റിനെ കട്ട് ചെയ്ത് കളയുന്നതിനാണ് കർട്ടൈൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എത്ര ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടോ ബി ലെസ് ദാൻ ടോ സി ആണോ എന്നുള്ള ചെക്ക് ചെയ്യുമ്പം ടോ ബി ലെസ് ദാൻ ടോ സി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുന്നുണ്ട് പ്രൊവൈഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന്. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഫെയിലിയറിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ ബോണ്ടൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും ഫെയിലിയർ വരികയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന ക്രാക്കുകളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയഗണൽ ടെൻഷൻ കാരണം വരുന്ന ഷിയർ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഷിയർ ഫെയിലിയേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പാണ് പറയുന്നത്: ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ, ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ ആൻഡ് ഫ്ലെക്സുറൽ ടെൻഷൻ ഫെയിലിയർ. ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിയുമ്പം അവിടെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കൂടുതൽ ബെൻഡിങ് മൊമെൻറ്റിനേക്കാളും. അതുപോലെ തന്നെ അതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ആയിട്ടായിരിക്കും ആ ക്രാക്കുകൾ ഫോം ചെയ്യുന്നത്. ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ വാല്യൂ ആയിരിക്കും. 2 പേര് കാരണം ഇതിനകത്ത് ഫെയിലിയർ വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ അതുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിനും മിഡ് സ്പാനും ഇടയ്ക്കാണ്. ഫസ്റ്റത്തത് ഡയഗണൽ ടെൻഷൻ ഫെയിലിയർ ഉണ്ടാകുന്നത് സപ്പോർട്ടിനടുത്താണ്. ഈ ഡയഗണൽ കംപ്രഷൻ ഫെയിലിയർ എന്ന് പറയുന്നത് സപ്പോർട്ടിനും മിഡ് സ്പാനും ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് ഉണ്ടാവുക. അതുപോലെ അതെന്ന് പറയുന്നത് 45 to 90 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കോമൺലി ഉണ്ടാവുക. ദെൻ അടുത്തത് ഫ്ലെക്സുറൽ ടെൻഷൻ ഫെയിലിയർ എന്ന് പറയുന്നത് മിഡ് സ്പാനിലാണ് ഉണ്ടാവുക. അവിടെ ആരായിരിക്കും കാരണം? ബെൻഡിങ് മൊമെൻറ്റ് കാരണമാണ് ഈ ഫെയിലിയർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ക്രാക്സ് എക്സാക്ട്ലി 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടോർഷണൽ സ്ട്രെങ്ത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ ട്വിസ്റ്റ് ചെയ്യിക്കാനായിട്ട് വരുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ ടോർഷണൽ മൊമെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ എപ്പോഴാണ് ടോർഷണൽ മൊമെൻറ്റ് എന്ന് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിലിവർ സ്ലാബിൽ വരുന്ന അതിനകത്ത് വരുന്ന ബീമുകളിൽ, അതുപോലെ നമ്മുടെ ബാൽക്കണിയിലുള്ള ഗേർഡേഴ്സ്, റിംഗ് ബീം ഇൻ വാട്ടർ ടാങ്ക്, അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമുക്ക് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യം വരിക.